ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിൻ്റെ വീട്ടിലേക്ക് ഗൗതമിനെയും നിധിയെയും ക്ഷണിക്കാൻ വേണ്ടി ചന്ദ്രയും നിഖിലും കൂടി വരികയാണ്. അവരെ കാണുന്ന സമയത്ത് പാർവും ഗോപിനാഥും സ്നേഹത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി കൂടി വരികയാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടാവും കേട്ടോ വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ നിഖിൽ ഒരു പാത്രത്തിലാക്കി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് വസുന്ധര കൂടി വരുന്നത്. അപ്പോൾ വസുന്ധരയെ കാണുന്ന സമയത്ത് നിഖിലും ചന്ദ്രയും അവിടെ നിന്നും എണീക്കാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ നിധി പറയുകയാണ്, വേണ്ട അവിടെ ഇരുന്നേക്ക് എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇവൾക്ക് എന്തിൻ്റെ കേടാണ്, എന്നെ കാണുമ്പോൾ ഇവർ എണീറ്റ് നിന്നു എന്ന് കരുതിയിട്ട് ഇവൾക്ക് എന്താ ഇത്രയ്ക്ക് വലിയ നഷ്ടം എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ നിധിയെ. അപ്പോൾ നിധി പറയുകയാണ്, മേഡം എൻ്റെ വീട്ടിൽ നിന്നും ആര് വന്നു കഴിഞ്ഞാലും അവരെ അപമാനിച്ച് വിടുകയാണ് ചെയ്യാറ്. ഒരു തവണ വന്ന സമയത്ത് സോഫ പോലും അവർക്ക് ഇരിക്കാൻ കൊടുക്കാതെ മാറ്റി വെക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മേഡത്തിനെ കാണുമ്പോൾ എണീറ്റ് നിൽക്കേണ്ട ആവശ്യമൊന്നും എൻ്റെ അമ്മയ്ക്കും അനിയനും ഇല്ല എന്നങ്ങ് പറയട്ടോ. അപ്പോൾ നിധി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വസുന്ധരയ്ക്ക് അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോട് കൂടിയിട്ട് നിധിയെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കണം, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്, എന്താണാവോ ഈ വരവിൻ്റെ ഉദ്ദേശം എന്ന് ചന്ദ്രയോട് ചോദിക്കുമ്പോൾ, ഞങ്ങൾ വന്നത് നിധിയെയും ഗൗതമിനെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന മഹോത്സവത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുത്തശ്ശി പ്രത്യേകം പറഞ്ഞയച്ചതാണ് നിങ്ങൾ തന്നെ അവിടേക്ക് വരണം എന്നുള്ളത്. അവിടെ വിളക്ക് വെക്കുന്ന ചടങ്ങുണ്ട്. അതിൽ നിധിയും ഗൗതമുമാണ് വിളക്ക് വെക്കേണ്ടത്. പുതുതായി കല്യാണം കഴിഞ്ഞവരാണ് ഇക്കാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധര പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ അവിടെ പോയി വിളക്ക് വെക്കാഞ്ഞിട്ട് ഇവിടെ വന്ന് വിളക്ക് വെച്ചതിൻ്റെ ദോഷം തന്നെ ഞങ്ങൾക്ക് ധാരാളമുണ്ട്. ഇനിയിപ്പോൾ അവിടേക്ക് കൂടി വരേണ്ട ഒരു ആവശ്യവുമില്ല. പോരാത്തതിന് ഗൗതമിന് നിന്ന് തിരിയാൻ നേരവുമില്ല. ഗൗതമിന് ഓഫീസിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയില്ല. അവൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും അവതാളത്തിലാവും. അതുകൊണ്ട് ഗൗതം ഇക്കാര്യത്തിൽ വരുന്നതല്ല. ഇക്കാര്യത്തിന് ഗൗതമിനെ പ്രതീക്ഷിക്കുകയും വേണ്ട എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അതൊരു വിഷമം പോലെ ആവുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടുമ്പുറത്ത് വെച്ച് നടക്കുന്ന ഈ പരിപാടിക്കൊന്നും എൻ്റെ ഗൗതമിനെ ഇവിടെ നിന്നും വിടാൻ കഴിയില്ല. കാരണം എൻ്റെ ഗൗതമിന് അതിൻ്റെതായ അന്തസ്സുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുമ്പുറത്തേക്കൊന്നും എൻ്റെ ഗൗതമിനെ ഞാൻ വിടുകയില്ല. നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ആ വീട്ടിലൊന്നും എൻ്റെ ഗൗതമിന് വേണ്ട സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു AC പോലും ഉണ്ടാവില്ല. എൻ്റെ ഗൗതം ആ വക സാഹചര്യത്തിലൊന്നും എൻ്റെ ഗൗതം ഇതുവരെ ജീവിച്ചിട്ടില്ല. അവൻ അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൻ ഇവിടെ നല്ലതുപോലെയാണ് ജീവിച്ചിട്ടുള്ളത്. നാട്ടുപുറത്തേക്കൊന്നും എൻ്റെ ഗൗതമിനെ വിടാൻ കഴിയില്ല. അവിടെ ഒരു AC ഉണ്ടാവില്ല, നല്ലതുപോലെ ഒരു റൂം പോലും ഉണ്ടാവില്ല, എന്തിന് ഒരു ബാത്റൂം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഗൗതമിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നങ്ങ് വസുന്ധര പറയാൻ കേട്ടോ. അപ്പോൾ നിധിക്ക് അത് കേൾക്കുന്ന സമയത്ത് വസുന്ധരയുടെ അഹങ്കാരം പിടിച്ച വാക്കുകൾ കേൾക്കുമ്പോൾ നിധിക്ക് ഒരുപാട് ദേഷ്യമാകുന്നുണ്ട്. അപ്പോൾ പാറുവും ഗോപിനാഥൊക്കെ നിസ്സഹായതോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ പാറു ആണെങ്കിൽ എന്താ വസു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏട്ടത്തി ഇതിൽ ഇടപെടേണ്ട എന്ന് വസുന്ധര അപ്പോൾ ആ സമയത്ത് പറയുകയാണ്. അപ്പോൾ വസുന്ധര പിന്നെ ഫ്രൂട്ട്സ് കാണുന്ന സമയത്ത് ഇത് എവിടെ നിന്നും വാങ്ങിയതാണ്, ഇത്രയും വില കുറവുള്ള ഈ ഫ്രൂട്ട്സുകളൊക്കെ, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ വീട്ടിലെ വേലക്കാരിയെ അങ്ങ് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ ഇത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് ഏതോ തെരുവോരത്ത് നിന്നും വില കുറവുള്ള ഫ്രൂട്ട്സും വാങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്രികയെ വീണ്ടും അപമാനിച്ച പോലെ വസുന്ധര സംസാരിക്കുകയാണ്. അപ്പോൾ നിധിക്കങ്ങ് ദേഷ്യം വന്നിട്ട് നിധി പറയുകയാണ് ആ വേലക്കാരിയോട്, ചേച്ചി അത് എടുക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട്, ഫ്രൂട്ട്സ് നിങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ടൊന്നും എനിക്ക് ഒരു വിഷമവുമില്ല, സന്തോഷം മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ആദ്യം എൻ്റെ അമ്മ ഈ വീട്ടിലേക്ക് ഈ ഫ്രൂട്ട്സുമായി വന്നത് ഗൗതമിനെയും എന്നെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ ആദ്യം തന്നെ ഇത് ഗൗതമിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കട്ടെ, എന്നതിൻ്റെ ശേഷം ഈ ചേച്ചി അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ, അതിൽ എനിക്കൊരു വിരോധവുമില്ല എന്ന് നിധി പറയുകയാണ്. അപ്പോൾ പാറു പറയുന്നത് അത് ശരിയാണ് നിധി പറഞ്ഞത്, അവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ വസുന്ധര ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പാറു കൂടി പറയുകയാണ്. എന്നിട്ട് നിധി വസുന്ധരയോട് പറയാണ്, ഇങ്ങനെയൊന്നും അപമാനിക്കരുത്, ഒരു വീട്ടിലേക്ക് വരുന്നവരെ ഇങ്ങനെ അപമാനിച്ച് പറഞ്ഞയക്കരുത്, അത് ശരിയല്ല മേഡം എന്ന് പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുക്കാണ്ടോ. ആ സമയത്ത് വസുന്ധര പറയണ, അല്ല നീ എന്താ സ്കൂളിലേക്ക് പോകുന്നുണ്ടോ, കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു, ഇതൊക്കെ എനിക്ക് അറിയാം, എങ്ങനെ ആരോടൊക്കെ ഈ വീട്ടിൽ വരുമ്പോൾ പെരുമാറണം എന്നുള്ളതൊക്കെ, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട
വേണ്ട എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ടാണ് കേട്ടോ ഗൗതം അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗൗതം പറയുകയാണ്, നിധി പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അമ്മേ? അപ്പോൾ വസുന്ധര പറയണ, അത് ശരിയാ, കുറച്ച് നാളുകളായി നിനക്കിപ്പോൾ നിധി പറയുന്നതല്ലേ വേദവാക്യം, നിധി എന്താണോ പറയുന്നത് അതല്ലേ നിനക്കിപ്പോൾ ശരിയായി തോന്നുകയുള്ളൂ, പോട്ടെ അതൊക്കെ വിട്ടേക്ക് എന്ന് വസുന്ധര പറയുകയാണ് കേട്ടോ. എന്നിട്ട് നിന്നെയും നിധിയെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഗൗതം, നീ ഒരിക്കലും അവിടേക്ക് പോവേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു മഹോത്സവത്തിന് നീ പങ്കെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് വീണ്ടും വസുന്ധര പറയാൻ കേട്ടോ. അപ്പോൾ പാറു പറയുകയാണ്, ഗൗതം നിന്നെയും നിധിയെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇവിടേക്ക് വന്നിട്ടുള്ളത്, അവരുടെ കുടുംബ നാഗർകാവിലെ നാഗപഞ്ചമി മഹോത്സവത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിധി പറയണ, പൂജയ്ക്കുള്ള വിളക്ക് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് കൊളുത്തേണ്ടത് എന്നാണ് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഗൗതമിന് അത് കേൾക്കുന്ന സമയത്ത് സന്തോഷമാവാൻ കേട്ടോ. ഗൗതമിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ആ ഒരു സന്തോഷമാണ് ഗൗതമിൻ്റെ മുഖത്ത്. ആ സമയത്ത് വസുന്ധര പറയാണ്, ഗൗതം ഇവർ പറയുന്നതിനൊന്നും തന്നെ നീ പോവരുത്, ഈ അമ്മയുടെ ആഗ്രഹം നീ പോവരുത് എന്നാണ്, അതുകൊണ്ട് നീ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, നീ അവിടേക്ക് പോവാൻ പാടില്ല എന്ന് വസുന്ധര തറപ്പിച്ച് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രയും നിധിയും ഒക്കെ ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ പാറു പറയുന്നുണ്ട്, എന്താ വസു നീ ഇങ്ങനെ പറയുന്നത്, ഏട്ടത്തിയോടാ പറഞ്ഞത്, ഏട്ടത്തി ഇതിൽ ഇടപെടേണ്ട എന്നുള്ളത്, ഗൗതം നീ ഇതിൽ പോവരുത് എന്ന് പറയട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല ഗൗതം വരും, ഗൗതം ഉറപ്പായും എൻ്റെ കൂടെ വരും, എൻ്റെ അമ്മയും അനിയനും ഇവിടേക്ക് വന്ന് വിളിച്ചത് മുത്തശ്ശി പറഞ്ഞിട്ടാണ്, മുത്തശ്ശിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് തന്നെ, അതുകൊണ്ട് ഗൗതം എൻ്റെ കൂടെ വരണം എന്ന് പറയട്ടോ. അപ്പോൾ വസുന്ധര വീണ്ടും പറയും, ഇല്ല ഗൗതം വരില്ല എന്ന് തറപ്പിച്ച് വീണ്ടും പറയുന്ന സമയത്ത് ഗൗതം പറയണേ, നിധി ഇക്കാര്യത്തിൽ നീ പറയുന്നത് ഞാൻ അനുസരിക്കില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധി ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. വസുന്ധര പറയുന്ന വാക്കുകളാണല്ലോ ഗൗതം കേൾക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ വസുന്ധരയോട് പറയണം, അമ്മേ അമ്മ പറയുന്ന വാക്കുകളും ഞാൻ കേൾക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി പാറു പറയാണ്, അപ്പോൾ ഗൗതം നീ ആര് പറയുന്ന വാക്കാണ് പിന്നെ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്, നീ രണ്ടുപേര് പറയുന്ന വാക്കും കേൾക്കുന്നില്ല എന്നാ പറഞ്ഞത്, പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചന്ദ്രികാമ്മ പറയുന്ന വാക്കുകളാണ് കേൾക്കാൻ പോകുന്നത്, ചന്ദ്രികാമ്മ എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിക്കും എന്ന് പറയുമ്പോൾ ചന്ദ്രികയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ നിധിക്കും അപ്പോൾ സന്തോഷമാവുകയാണ്. വസുന്ധരയുടെ മുന്നിൽ ഞാൻ പറയുന്നതും വസുന്ധര പറയുന്നതും കേൾക്കാതെ അമ്മ പറയുന്നത് കേൾക്കുകയാണ്. ഗൗതമിൻ്റെ ഈ ഐഡിയ കൊള്ളാമല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിധി ഗൗതമിനെ നോക്കുന്നത്. ആ സമയത്ത് വസുന്ധരയുടെ മുഖം അങ്ങ് മാറിപ്പോവുകയാണ് കേട്ടോ. ഗൗതം ഞാൻ പറയുന്ന വാക്കിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ഗൗതമിൻ്റെ ആ വാക്ക് കേൾക്കുമ്പോൾ വസുന്ധര പറയും, എങ്കിൽ ശരി ഗൗതം പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, പക്ഷേ ഗൗതമിൻ്റെ കൂടെ ഞാനും ഉണ്ട് ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ ചന്ദ്രികയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നത്, നിങ്ങൾ വരുന്നത് കൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് മാഡം എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ അവിടേക്ക് വരുന്നത്, എൻ്റെ ഗൗതമിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഗൗതമിന് അവിടെ വല്ല അസൗകര്യവും ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും ഗൗതമിനെ അവിടെ ഞാൻ നിർത്തില്ല, ആ നിമിഷത്തിൽ തന്നെ ഗൗതമുമായിട്ട് ഞാൻ അവിടെ നിന്നും പോരും, നിധിയെ കൊണ്ടുവരികയുമില്ല, നിധി അവിടെ നിന്നോട്ടെ, പക്ഷെ എൻ്റെ ഗൗതമിനെ ഞാൻ അവിടെ നിർത്തുകയില്ല, എൻ്റെ ഗൗതമിൻ്റെ അന്തസ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കേണ്ടത്, എൻ്റെ ഗൗതമിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവാൻ പാടില്ല, എൻ്റെ ഗൗതമിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കുകയും ചെയ്യണം എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ചന്ദ്രി പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് മാഡം ഉണ്ടാവുകയുള്ളൂ, കാരണം ഞങ്ങളുടെ മുത്തശ്ശി അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ഗൗതമിന് ഒരു കുറവും വരാതെ ഞങ്ങളുടെ മുത്തശ്ശിയാണ് എല്ലാ മേൽനോട്ടവും നടത്തുകയും ചെയ്യുക, ഗൗതമിന് അവിടെ ഒരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല എന്ന് ചന്ദ്രി പറയട്ടെ. അപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, ഗൗതമിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഗൗതമിനെ അവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വസുന്ധര പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, അമ്മ പറയുന്നതൊന്നും ഞാൻ കേൾക്കാൻ പോകുന്നില്ല, അമ്മ എന്നെ അവിടെ നിന്നും വിളിച്ചോണ്ട് വരാനൊന്നും ഉദ്ദേശിക്കേണ്ട, ഞാൻ എന്തായാലും അവിടെ നിന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ ഗൗതം മനസ്സിലിങ്ങനെ സ്വയം പറയുന്നുണ്ട്. അങ്ങനെ പൂജയ്ക്ക് പോവാൻ വേണ്ടിയിട്ട് ഗൗതമും നിധിയും തയ്യാറാവുകയാണ് കേട്ടോ. ഒപ്പം തന്നെ വസുന്ധര കൂടി അവിടേക്ക് പോവാമെന്ന് തീരുമാനിക്കുകയാണ്. വസുന്ധര ആരും കാണാതെ ശിവാനിക്ക് ഫോൺ ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ശിവാനിയോട് പറയുകയാണ്, പൂജയ്ക്ക് നിധിയും ഗൗതമും ഒപ്പം ഞാനും കൂടി വരുന്നുണ്ട്, ഗൗതമിന് അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വസുന്ധര വിളിക്കുന്നത്.
പറയുന്നത്. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, മേഡം പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഗൗതമിന് വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും. അത് മേഡത്തിന് ഞാൻ തരുന്ന വാക്കു കൂടിയാണ്. പിന്നെ ഞങ്ങളുടെ മുത്തശ്ശി കുറച്ച് കർക്കശക്കാരിയാണ്. അതുകൊണ്ട് ഗൗതമിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ വരുത്താൻ മുത്തശ്ശിയും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, എടി മണ്ടി, ഞാൻ അത് പറയാനല്ല വിളിച്ചത്. ഞാൻ നിന്നോട് പറയാൻ വന്നത് ഗൗതമിന് അവിടെ ഒരു തരത്തിലും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവരുത്. ഗൗതമിന് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവുമാണ് അവിടെ വരുത്തേണ്ടത്. എങ്കിൽ മാത്രമാണ് എനിക്ക് ആ സെക്കൻഡിൽ തന്നെ ഗൗതമിനുമായി തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ. അത് പറയാനാണ് നിന്നെ ഞാൻ വിളിച്ചത്. അത് നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ഗൗതമിന് ഒരു തരത്തിലും അവിടെ ഒരു സന്തോഷവും ഒരു സൗകര്യവും ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഗൗതമിനെ എത്രത്തോളം അധികം അപമാനിക്കാൻ പറ്റുമോ അത്രയും അധികം അപമാനിക്കണം. എങ്കിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഗൗതവുമായിട്ട് ഞാൻ തിരിച്ചു വരികയും നിധിയെ അവിടെ നിർത്തുകയും ഞാൻ ചെയ്യും. അതാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ. അതുപോലെ തന്നെ നീ ചെയ്തിരിക്കണമെന്ന് ശിവാനിയോട് കാര്യങ്ങളൊക്കെ വിളിച്ച് വസുന്ധര പറയുകയാണ്. അങ്ങനെ ശിവാനി, ഞാനും അമ്മയും അക്കാര്യം ചെയ്തോണ്ട് എന്ന് പറഞ്ഞ് ശിവാനി സന്തോഷത്തോടു കൂടി ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ വസുന്ധര മനസ്സിൽ കണക്ക് കൂട്ടിയ കാര്യങ്ങളൊക്കെ നടത്തുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വസുന്ധര നിധിയുടെ കൂടെയും ഗൗതമിൻ്റെ കൂടെയും പോകുന്നത്.